സമയം ഇപ്പോൾ രാവിലെ 11 മണിയായി. നമ്മളിപ്പം തുർത്തൂക്ക് സോറി കേട്ടോ മറന്ന് തുർത്തൂക്ക്. ഓക്കെ, തുർത്തൂക്കിൽ നിന്ന് നമ്മൾ ചെക്കൗട്ടായി. ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇവിടെയാണ് താമസിച്ചിരുന്നത്. രാജാവത വണ്ടിയും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയം കൊണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രഞ്ച് എന്ന് പറയാം, ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടി. അപ്പം പൊറോട്ടയും തവ ചിക്കനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇനി നമ്മൾ ലഗേജ് എല്ലാം കൂടി അവർ ഭക്ഷണം എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ലഗേജ് എല്ലാം കൂടി സെറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾ ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്, ബാൻക്വറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്താ ഈ ബുഫേൻ്റെ ഒക്കെ ഒരു ഏരിയ അങ്ങനെ. അപ്പം ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ നമ്മൾ ഈ തുർത്തൂക്ക് എന്ന് പറഞ്ഞ വില്ലേജിനെ ചെറുതായിട്ടുള്ള രീതിയിൽ അവർ പോർട്രേറ്റ് എന്താ പറയുക ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വരുന്നവർക്ക് കാണാൻ വേണ്ടി വേണ്ട ഇവിടെയുള്ള മനുഷ്യന്മാരുടെ ഇവിടുത്തെ ലൈഫ് എങ്ങനെയാണെന്നുള്ളത് അവർ ഫോട്ടോ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യാൻവാസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പൊറോട്ട, നോർമൽ നാട്ടിലെ പൊറോട്ട ഉദ്ദേശിച്ചത്, പക്ഷേ ഇതും വ്യത്യാസമുണ്ട് എങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഉണ്ട്. പൊറോട്ട വെറൈറ്റിയാണ്, കറി നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം, അടിപൊളി, സെറ്റാണ് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങി. കണ്ടോ, ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് തന്നെയാണ്. പക്ഷെ ആരും ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല. എല്ലാവരും ഉച്ചയ്ക്ക് മുമ്പ് വന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഈ വില്ലേജ് കണ്ടതിന് ശേഷം നേരെ തിരിച്ചു പോവാണ് അധികം ആൾക്കാരും ചെയ്യണത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഉംലിംഗ്ല പാസിലേക്കാണ്. ഉംലിംഗ്ല പാസ്സാണ് നമ്മുടെ ലാസ്റ്റ് കാശ്മീർ ഡെസ്റ്റിനേഷൻ. 400 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ നമുക്കിന്ന് പോകാൻ പറ്റുന്നിടത്തോളം പോയിട്ട് നമ്മളിന്ന് നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യും. അതാണ് നമ്മുടെ പ്ലാൻ. വരുന്ന വഴിക്ക് നമ്മളൊരു തൂക്കുപാലത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അറ്റ് എ ടൈമിൽ ഒരു വണ്ടി മാത്രമേ കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടുന്ന് അത്യാവശ്യം നല്ല വണ്ടികളുണ്ടായിട്ട് നമുക്ക് ഇവിടുന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ തൂക്കുപാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരം കൊണ്ടുള്ള തൂക്കുപാലാണ്. നമ്മുടെ നാട്ടിലെ പോലെ ടാർ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവം ഒന്നുമല്ല. കാണിച്ചുതരാം. വിചാരിക്കും വണ്ടി നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വണ്ടികൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. Passion has gone and love's taken flight. Things just feel heavy tonight. I'm tasting no tears, I'm fighting no fears, but still there's a hole in my heart. Not on my own, but I feel it sometimes. Wondering what should I do? For reasons unknown, I don't
inside. And it's true that I don't have a clue. I'm tasting no tears. So I found the strength to say it was harder than catching the moon. And when the words fell out, I saw the warmth feel in the room. So I gathered the strength to lift it, and you picked it up and laid it down, and you picked me up and I am found. Oh, oh, oh. It's without a cause. Sometimes it's just because I think we found it. Oh yeah, we found it again. Oh, it never faded, 'cause you created. And then I found the spark in, whoa, the spark in you. Got easier to see it. The glow, it came pulsing this time. So when you really felt it, I saw the flame grow in your eyes. I finally let my guard down, open up the blinds, saw through, open up my heart, you came through. Oh, oh, oh. It's without a cause. Sometimes it's just because I think we found it. Yeah, we found it again. It never faded, 'cause you created. And then I found the spark in, whoa, the spark in. തുർത്തൂക്കിന്ന് നമ്മൾ തിരിച്ച് നുബ്ര വാലി എത്താറായപ്പോൾ നമ്മളൊരു പമ്പ് കണ്ട് 600 ചില്ല രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ ടാങ്കാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് പോയാലാണ് പാങ്കോങ് ലേക്കും നമ്മുടെ മറ്റേ ഉമ്ലിംഗ്ല മറ്റേ പാസ്സൊക്കെ വരുന്നത്. ഇനിയും 200 ചില്ല കിലോമീറ്റർ ഇനിയും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിതാ വണ്ടിയുടെ ടയറും ചെക്ക് ചെയ്യണം, കാറ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന അതേ സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ബ്ലോക്കായി നിൽക്കുകയാണ്. നല്ല അടിപൊളി പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ ബ്ലോക്കാണ്. കണ്ടോ? JCB നല്ല തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഇവരൊരു സമയം വരെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. എന്നിട്ട് പിന്നെ ആ കല്ലും നമ്മൾ റോഡിലേക്ക് വീഴുന്ന പാറകൾ അത് റിമൂവ് ചെയ്തിട്ട് പിന്നെ നമ്മളിവിടുന്ന് കടത്തി വിടും. അതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. നല്ല അടിപൊളി സ്ഥലമാണ്.
അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന വഴി തന്നെയാണ് നമ്മൾ തിരിച്ചു വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം ഒരു 650 മീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ഇടത്തോട്ട് പോകും. ഓക്കെ, കണ്ടോ വണ്ടി ഇപ്പോൾ എടുക്കും. പണികളെല്ലാം കഴിഞ്ഞ് നമ്മളിതാ പോകാൻ നോക്കുകയാണ്. നമ്മളെ പാങ്കോക്കിലേക്കും ഉംലിംഗ്ല പാസ്സൊക്കെ നമ്മൾ മിക്കവാറും ക്യാൻസൽ ചെയ്യേണ്ടി വരും. കാരണം റോഡ് മൊത്തം പണിയും കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ തിരിച്ച് നേരെ കാർത്തുങ്കുല പാസ് വഴി ലേയിലേക്ക് തന്നെ നമ്മൾ റിട്ടേൺ വരുന്നത്. റിട്ടേൺ വരുമ്പോൾ നല്ല പണിയാണ് വീണ്ടും നടക്കുന്നത്. അടുത്ത് റോഡ് പണിയാണ്, ഭയങ്കര ബ്ലോക്കാണ്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഇപ്പുറത്തും പണിയാണ്. ചേട്ടാ മാറേണ്ടി വരുമോ? അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് പുറത്തായതുകൊണ്ട് വണ്ടിയുടെ ഒരു തിരക്കായതുകൊണ്ടും എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഒരു ചായ എല്ലാം കുടിച്ച് ഇതാ നമ്മളൊരു അപ്പൂപ്പനുണ്ട്. അപ്പൂപ്പൻ്റെ കൂടെ ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് അപ്പൂപ്പന് ചായയും സമൂസ എല്ലാം കൊടുത്ത് എന്താ പറയുക എന്നാൽ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ രാജാവ് ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട്. സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തത് തുർത്തൂക്കിൽ നിന്ന് നമ്മൾ പ്ലാൻ ചെയ്തത് നേരെ ഉംലിംഗ്ല പാസിലേക്ക് പോകാനാണ്. ഉംലിംഗ്ല പാസ്സാണ് കറൻ്റ്ലി ലോകത്തിലെ ഏറ്റവും ഹയ്യസ്റ്റ് മോട്ടോറബിൾ റോഡുള്ളത്. അതായത് ഇതുവരെ നമ്മുടെ കാർത്തുങ്കുല പാസ്സായിരുന്നു. കാർത്തുങ്കുല പാസ് ഇപ്പോൾ സെക്കൻഡ് വന്നിട്ട് ഫസ്റ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഉംലിംഗ്ല പാസ്സാണ്. ഉംലിംഗ്ല പാസിൻ്റെ ആ ഏരിയയിൽ തന്നെയാണ് നമുക്ക് പാങ്കോക്ക് ലേക്ക് വരുന്നത്. പ്രൊണൗൺസിയേഷൻ കുറച്ച് പ്രശ്നം ഉണ്ടാകും, പക്ഷേ ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട് എന്താണെന്നുള്ളത്. കാരണം എല്ലാം നമുക്ക് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഞാൻ നന്നായിട്ട് മറവിയുള്ളതുകൊണ്ട് നന്നായിട്ട് മറന്നും പോകുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തത്. അപ്പം നമ്മൾ നുബ്രാവാലി കഴിഞ്ഞിട്ട് കാർത്തുങ്കുല പാസിലേക്ക് കയറുന്ന ചുരം വരുമ്പം ഇടത്ത് സൈഡിലേക്ക് റോഡാണ് നമുക്ക് ഗൂഗിൾ കാണിച്ചു തന്നിരുന്നത്. പക്ഷേ നമ്മൾ അത് പ്രകാരം വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടെ റോഡ് പണിയായതുകൊണ്ട് അതിലൂടെ പോകാൻ പറ്റില്ല. വീണ്ടും താഴേക്ക്, അതായത് നുബ്രാവാലിയുടെ ആ ഒരു ഏരിയയിലേക്ക് പോയിട്ട് വലതു ഭാഗത്തേക്ക് റോഡ് ഉണ്ടെന്നാണ് പറഞ്ഞതെങ്കിൽ പോലും നമ്മളത് നോക്കുമ്പം നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ സംഗതി എന്ന് വെച്ചാൽ നമുക്ക് ഗൂഗിൾ മാപ്പിലുള്ള റോഡ് പോലും 8-നും 16-നും പണി തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൂഗിൾ മാപ്പ് ഇല്ലാത്ത റൂട്ടിലൂടെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ രാത്രി വീണ്ടും തിരിച്ച് ഇതുവഴി വരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ തിരിച്ച് ലേയിലേക്ക്, അതായത് കാർത്തുങ്കുല പാസ് വഴി വീണ്ടും നമ്മൾ ലേയിലേക്ക് വന്നിട്ട് ലേന്ന് ഏതെങ്കിലും റോഡ് ഉണ്ടോയെന്നാണ് ഇന്ന് നൈറ്റ് ചെക്ക് ചെയ്യണത്. അപ്പം അതിനനുസരിച്ചായിരിക്കും ഇനി നമ്മുടെ പ്ലാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മളെ വല്യപ്പ നല്ല ഹാപ്പിയിലാണ്, നല്ല സന്തോഷത്തിലാണ്. താങ്ക് യു ഒക്കെ പറഞ്ഞു ഇവിടുത്തെ ഒരു ഭാഷയിൽ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ടിബറ്റൻസും അതേപോലെ നമ്മുടെ ബുദ്ധന്മാരാണ്, അതായത് നമ്മുടെ ദലൈലാമയുടെ ടീംസാണ് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലുള്ളത്. അപ്പം അതും നമ്മളെ വല്യപ്പ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ദസ്വിയൊക്കെ കയ്യിലാണ്. നമ്മൾ വിചാരിക്കും എന്തെങ്കിലും സ്വലാത്തൊക്കെ ചൊല്ലുന്നു, പക്ഷെ അങ്ങനെയൊന്നുമല്ല. അവരവരുടേതായ എന്താ പറയുക മതത്തിലുള്ള ഓരോ കാര്യങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നത്.
from the summer haze. 'Cause we got the sunshine by the poolside,